ഹോസ്പിറ്റലിലെ എല്ലാ രോഗികൾക്കും 4 നേരം ഭക്ഷണം ബെഡ് സൈഡിൽ കൊടുക്കും. അപ്പച്ചന് കുറെ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. പക്ഷെ അതൊക്കെ അപ്പച്ചന്റെ പാട്ടിന് ശേഷം അപ്പച്ചൻ ഓരോന്നായിട്ട് നമ്മളോട് പറയും. ഓക്കെ, പാടിക്കോ അപ്പച്ച. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ മാറിൽ കളപക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാനിടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോ, കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കനവിൻ്റെ കളിത്തേരിൽ വന്നില്ലേ സ്നേഹക്കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ, ക്ഷണിച്ചില്ലേ. അപ്പച്ചനൊരു നല്ല കൈഡി കൊടുത്തേ. അപ്പച്ചന്റെ മനസ്സിലൊരു പ്രണയം കിടന്ന് തുടിക്കുന്നുണ്ടല്ലോടാ. പാടുന്ന പാട്ടുകളല്ലാതാണല്ലോ. എങ്ങനെ തോന്നിയെങ്കിൽ അത് എന്തേലും ഉണ്ടാവും. ഉണ്ടോ, ഒരു പ്രണയം ഉണ്ടായിരുന്നു മനസ്സില്? അപ്പച്ചന്റെ ചിരി മതിയില്ലോ പ്രണയിക്കാൻ തോന്നുമല്ലോ. അല്ല, ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ ഒരു 18 വയസ്സ് 20 വയസ്സിലൊക്കെ ഡൊമിനിക് അമീർ ഖാൻ ആയിരുന്നു. അമീർ ഖാൻ എന്തേലും ഒരു പ്രേമം ഉണ്ടോ? പറഞ്ഞ പ്രേമം ഉണ്ടായിരുന്നോ മുമ്പ്? അത് ആരുമായിട്ടായിരുന്നു? അതാരുമായിട്ടാണെന്നൊന്നുമില്ല. അല്ല അല്ല, ഇല്ല. എന്നാലും അപ്പച്ച നമ്മുടെ ഒരു മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രണയം ഏതായിരുന്നു അപ്പച്ചന്റെ? പറ. ഏതാണ് ഇളവന്നൂർ മഠത്തിലെ ഇണക്കുവിൽ ഏതായിരുന്നു? ഞാൻ ലിസ്റ്റ് എടുക്കാൻ മറന്നുപോയി. ഞാനിപ്പോ ഏത് ഇണക്കുരുവിയെ പറ്റി പറയുന്നതാണ് അപ്പച്ചന്റെ മനസ്സിൽ ആ ഇണക്കുരുവിയെ പറ്റി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, അവർ കേൾക്കാം. അതെ 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 അതെ. ആ ചന്ദ്രകളപം ചാർത്തി ഉണരുന്ന ഒരു തീരത്ത് നിങ്ങൾ കണ്ടുമുട്ടി. ഏത് തീരം? പറ. ആ മനസ്സിലുള്ള പ്രണയം ഞങ്ങളോട് പറ. ആരായിരുന്നു? ധൈര്യമായിട്ട് പറഞ്ഞോ. എവിടെയായിരുന്നു? എവിടെ വെച്ചായിരുന്നു? ഒരു രാജമല്ലി വിടരും. വേണ്ട, അപ്പച്ചൻ പാടി നന്നായിട്ട് വെച്ചേക്കുമല്ലേ. സോറി ബ്രോ. അപ്പച്ചന്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. അത് പറ. അതാരായിരുന്നു? ഏത് പ്രായത്തിലായിരുന്നു അപ്പച്ച? അത് വീടിനടുത്ത് തന്നെയുള്ള കുട്ടിയാ. വീടിനടുത്തുള്ള ഒരു കുട്ടിയായിരുന്നു. പേര് ഓർമ്മയുണ്ടോ? പേര് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്, പറയാൻ പോകണ്ട. പേര് നമ്മൾ പറയാൻ വേണ്ട. അന്ന് മറ്റേ പ്രണയലേഖനം എഴുതി കൊടുക്കണോ അല്ലെങ്കിൽ നേരിട്ട് പറയണോ? എഴുതി കൊടുത്തില്ല, നേരിട്ട് പറയുക. എഴുതിയൊന്നും കൊടുത്തില്ല, നേരിട്ട് പറഞ്ഞു. നേരിട്ട് പറഞ്ഞപ്പോ എന്തായിരുന്നു? അപ്പൊ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു? അതോ കുറച്ച് സമയം എടുത്തു അപ്പച്ച? കുറച്ച് സമയം എടുത്തു. അപ്പച്ചനെ ഏത് പാട്ടാ ആദ്യമായിട്ട് പാടിക്കൊടുത്ത് ആ പ്രേമിക്കുന്ന ആൾക്ക്? സുമംഗലി. എല്ലാം പ്രണയ പാട്ടുകളാണ്. ഒരു രണ്ടുപേരും പാടപ്പച്ച. പാട്. സുമംഗലി നീ ഓർമ്മിക്കുമോ, സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗൽഗതമായി മനസ്സിലലിയുന്ന ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീ ഓർമ്മിക്കുമോ, സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. പാട്ട് പാടിയപ്പോ എന്തായാലും പ്രേമം മനസ്സ് നല്ലപോലെ തത്തിക്കളിപ്പിക്കുന്നുണ്ട്. ഈ പാട്ടിന്റെ രീതി കേട്ടിട്ട് ഒരെണ്ണൊന്നും അല്ല. അപ്പച്ചനെ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഒന്നൊന്നും അല്ല. അടുത്തത് പിന്നെ 1000 പാസരങ്ങൾ കിളിങ്ങി അല്ലിയാമ്പൽ കടവിലെന്നരക്കി വെള്ളം. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ പൊതുമ്പൂവെള്ളം,
നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അത് മതി. മതി അടിപൊളി അടിപൊളി. ആയിരം പാദസ്വരങ്ങൾ കിലുങ്ങി ആലുവാ പുഴ പിന്നെയുമൊഴുകി, ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ ഒഴുകി ഒഴുകി. ആയിരം പാദസ്വരങ്ങൾ കിലുങ്ങി. ഇപ്പൊ മൊത്തം പാട്ട് കേട്ടപ്പോ ഒരു കാര്യം മനസ്സിലായല്ലോ. നല്ലൊരു പ്രണയം മനസ്സിൽ കിടന്ന് തള്ളിക്കളിക്കുകയാണ്. വീട്ടേട്ടൻ പറ, ആരായിരുന്നു കാമുകി? പുള്ളിയുടെ ആദ്യത്തെ ഫസ്റ്റ് കാമുകി? അതൊന്നും എനിക്കറിയില്ല. അറിയില്ല. ഭാര്യയും 2 മക്കളും ഉണ്ട്. നിങ്ങൾ തമ്മിൽ കണ്ടത് എന്നാണ് ആദ്യമായി? ഞാൻ 2 വർഷം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടും പുള്ളിയുടെ ഒരു ഫ്രണ്ടും അങ്ങനെ ഞങ്ങളായിട്ട് കമ്പനിയായി. അപ്പൊ ഇങ്ങനെ ഈ ചേട്ടന്റെ കാര്യം പറഞ്ഞ് അങ്ങനെ എടുത്തേണ്. ഞങ്ങള് നടക്കുന്നവരാരും ഞങ്ങളുടെ സ്ഥാപനത്തിൽ എടുക്കാറില്ല, കിടപ്പ് രോഗികളെ എടുക്കുന്നത്. പക്ഷെ അല്ല, ഇദ്ദേഹത്തിന് ഒരു ട്രാജഡി ഉണ്ടോ? മക്കളുടെ വൈഫ് എന്തോ സൈക്കാട്രി പേഷ്യന്റ് എന്തോ ആയിരുന്നു. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കള് 2 വിവാഹം കഴിച്ചു വിട്ടെന്നാ പറഞ്ഞത്. പിന്നെ അവരിപ്പോ എവിടെയാണ്? അവര് അവിടെ എവിടെയോ ഉണ്ട്. അതിനെ കൂടുതലൊക്കെ അതിലേക്ക് ആ മക്കൾ അന്വേഷിക്കാറുണ്ടോ? എല്ലാരും വരാറില്ല. കാരണം ഞാൻ ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ജനറൽ ഹോസ്പിറ്റൽ ഐസൊലേഷൻ വാർഡിലാണ്. പോലീസുകാരും മറ്റുള്ള വീട്ടുകാരെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് പരമദയനീയമായിരുന്നത്. 10 ബെഡ് പുരുഷന്മാർക്കും 10 ബെഡ് സ്ത്രീകൾക്കും. അപ്പോൾ ഒരു ബെഡിൽ 3 പേരെയൊക്കെ കിടത്തിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഒരാൾ മരിക്കും, അപ്പോൾ ഒരാൾ തലതിരിച്ച് കിടക്കും. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ തീരാൻ 2 മണിക്കൂറൊക്കെ പിടിക്കും. അപ്പോൾ ഇവർക്ക് ഒരു കട്ടിൽ കൊടുത്ത് മരിക്കുവാനുള്ള ഒരു സൗകര്യം ഒരുക്കണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഇടയന്ത്രത്ത് പിതാവിനോട് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ അത്താണിയിലൊരു സ്ഥലം ഒരുക്കി തന്ന് അവിടെ ഏകദേശം ഒരു 40 ലക്ഷം രൂപ അന്ന് മുടക്കി നമ്മളത് ആരംഭിച്ചു. അപ്പം അത് ദൂരെ കൂടുതൽ എനിക്ക് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടും കാരണം അവിടുത്തെ പുരോഹിതർക്ക് തന്നെ കൊടുത്ത് അവരിന്ന് അതും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കണ എൻ്റെ നാട്ടിൽ വന്നൊരു വാടക കെട്ടിടത്തിൽ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് അവിടെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു 30 സെൻറ്റ് സ്ഥലം കിടപ്പുണ്ടായി. അത് 15 സെൻറ്റ് ക്യാൻകൂർ വഴി വാങ്ങിച്ച് അവിടെ ഒരു 3 നില ബിൽഡിങ് വന്ന് താഴത്ത് ക്യാൻകൂർ ഡയാലിസ് ചെയ്യുന്നു. 8 മെഷീനുണ്ട്. ഇന്ന് 11,029 ഡയാലിസ് ഫ്രീ കഴിഞ്ഞ്. അത് ക്യാൻകൂർ, ലൂർദ്, റോട്ടറി ക്ലബ്ബ്, പിന്നെ അതിൻ്റെ 1ഉം 2ഉം നില തന്നിട്ട് നമുക്ക് പുരുഷന്മാർക്ക് ഞങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.